നമുക്ക് എന്തായാലും സ്റ്റിയറിംഗിൽ കൈ പിടിക്കാതെ എന്തായാലും നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ രണ്ട് കൈയും സ്റ്റിയറിംഗിൽ നല്ല രീതിയിൽ വഴക്കം കിട്ടണമെങ്കിൽ അപ്പൊ നമുക്ക് ആദ്യമൊക്കെ ഇങ്ങനെ കൈ വെക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൈക്ക് വേദന എടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് തന്നെ വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നൊന്ന് വണ്ടി നിർത്തണം, അത് പെട്ടെന്നൊന്ന് സ്ലോ ചെയ്യണം. എന്ത് ചെയ്യും, നിങ്ങളെ പഠിപ്പിച്ച ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയിട്ട് വാഹനത്തിൽ കയറിയിരുന്ന് വണ്ടി എടുക്കാൻ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്ന എക്സ്പീരിയൻസ് ആയ ആരും ഈ ഒരു വീഡിയോ കണ്ട് വെറുതെ നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല. അറിയാത്തവർ മാത്രം കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതായത് എങ്ങനെയാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എളുപ്പത്തിൽ നമ്മൾ പഠിച്ചെടുക്കുക, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് തെറ്റാതെ എങ്ങനെ ഇടാം, അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിരുന്നു. വീഡിയോ ഇച്ചിരി ലെങ്തി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റായും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കും ഇൻസ്റ്റായും കാണുന്നവർ യൂട്യൂബ് കാണണ്ടെന്നല്ല എന്ന് പറയുന്നത്. ഈ പേരിൽ തന്നെയാണ് നമ്മുടെ 3 ചാനലുകൾ ഉള്ളത്. ജോ ഡ്രൈവിംഗ് എന്ന ചാനൽ തന്നെ ഈ ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുവഴി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ വെച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ള പല ലൈസൻസും കൈവച്ച് വാഹനം ഇട്ടിട്ടാണ്ട് നോക്കിയിരിക്കുന്ന പലരും ഉണ്ട്. ഞാൻ പഠിച്ചതാണെന്നും പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ ടൈം സിറ്റി പോലും കയറാൻ പേടിയാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഷെയർ എടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഇട്ടുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ അതിയായ ആഗ്രഹമാണ്, പക്ഷേ പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. ആ ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോയുടെ പറയാതെ വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്, മറ്റൊരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറയുന്നത്. കാരണം ഞാൻ ആ ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുവഴി അതേ രൂപത്തിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മാറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ ആ ട്രിക്കും ടിപ്സ് വെച്ച് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ലെന്ന് പറയും. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കും. അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും പറഞ്ഞാൽ നിങ്ങളെ മാറാത്തത്. അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറയാത്തത്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പലരും നമ്മളെ മടുപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തിട്ട് പ്രാക്ടീസിന് പോയാൽ പ്രായം കൊണ്ടന്ന് നിർത്തിക്കും. നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ 75 വയസ്സുള്ള അപ്പച്ചന്മാർ ഓടിക്കണം. അപ്പൊ നമ്മൾ കാണിക്കണം, ആ 75 വയസ്സുള്ള അപ്പച്ചൻ ഓടിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇത്ര വയസ്സല്ല ഉള്ളൂ നമ്മൾ കാണിച്ചു കൊടുക്കണം. അവർ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ജില്ല ഏതാണ്? കാരണം പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, എന്റെ ജില്ലയിൽ നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ്, അങ്ങേയറ്റമായ തിരുവനന്തപുരം, കേരളത്തിനിടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട 3 കാര്യങ്ങളിലാണ്. ഒന്ന് സ്റ്റിയറിംഗ് ബാലൻസ്, ഒന്ന് ഗിയർ ഇടുമ്പോൾ തെറ്റാതെ ഗിയർ ഇടാൻ, അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോൾ. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിന്നാൽ മാത്രമേ നമുക്കൊരു വണ്ടി പേടി കൂടാതെ നമുക്ക് ഓടിക്കാൻ കഴിയത്തുള്ളൂ. എങ്ങനെയാണ് കൃത്യമായിട്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എങ്ങനെയാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നിങ്ങൾ ആദ്യമേ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെറുതെ റോഡിലോട്ട് ഓടിച്ച് നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അതിനായിട്ട് ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടുന്നത്. നമ്മൾ പ്ലെയിനായ ഒരു സ്ഥലത്ത് നല്ല ഗ്രൗണ്ടുകളിലൊക്കെ പോയി നമുക്ക് എന്തായാലും സ്റ്റിയറിംഗിൽ കൈ പിടിക്കാതെ എന്തായാലും നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ രണ്ട് കൈയും സ്റ്റിയറിംഗിൽ നല്ല രീതിയിൽ വഴക്കം കിട്ടണമെങ്കിൽ നിങ്ങൾ പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്ന് ഗ്രൗണ്ടുകളിലൊക്കെ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ 2 സൈഡിലേക്ക് ഇങ്ങനെ നിങ്ങൾക്ക്, അപ്പൊ നമുക്ക് അവിടെ ആകുമ്പം ഇച്ചിരി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. കാരണം തട്ടാനില്ല, മുട്ടാനൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ആദ്യമൊക്കെ ഇങ്ങനെ കൈ വെക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൈക്ക് വേദന എടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് തന്നെ വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 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 എന്ത് ചെയ്യുക, കുറേ നേരം ഓരോ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി 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 നോക്കണം. ഈ കൈ കൊണ്ട് തിരിച്ചാലും വരുന്നുണ്ടോ, ഈ കൈ കൊണ്ട് തിരിച്ചാലും, എന്നാലേ നമുക്കൊരു വണ്ടി ഓടിച്ചോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ അതിൽ കിടന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇങ്ങനെ തിരിക്കാൻ കഴിയത്തുള്ളൂ. ഈ രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങാവൂ. അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ കുറേ റോഡിലേക്ക് ഇറങ്ങി സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല പല റോഡുകളിലാണ് വണ്ടി ഓടിക്കേണ്ടത്. ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ചെറിയൊരു നല്ലൊരു റോഡിലായിരിക്കും നമ്മൾ ഓടിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾ വരത്തില്ല. എന്നാൽ അതേ റോഡിലായിരിക്കും നമ്മൾ പിന്നെ ഓടിക്കുമ്പോൾ, കാരണം ഇടുങ്ങിയ സ്ഥലങ്ങൾ കാണും, സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് വളച്ച് തിരിച്ചൊക്കെ എടുക്കേണ്ട സമയത്തൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതുപോലുള്ള കൈവഴക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നമുക്ക് എന്ത് ചെയ്യാം,
തിരിക്കാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഗിയർ ഇടാൻ പഠിക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്. ഗിയർ ഇടാൻ പഠിക്കുമ്പോൾ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വണ്ടി ഓടിച്ചുകൊണ്ട് നിങ്ങൾ 1, 2, 3 ഗിയർ ഇട്ടുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഗിയർ എപ്പോഴും ആ ഗിയർ ഇടാൻ കഴിയും. പക്ഷെ ഡൗൺ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നതിന്റെ കാരണം നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വാഹനത്തിൽ കയറിയിരുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ കിടക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഗിയറിലേക്ക് നോക്കി നിങ്ങൾ ഗിയർ ഇടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾ ആദ്യമേ ഗിയർ എവിടെയാണ് പൊസിഷൻ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് നോക്കുക. എവിടെയൊക്കെയാണ് ഗിയറിന്റെ പൊസിഷൻ കിടക്കുന്നത്, ഫസ്റ്റ് എവിടെയാണ്, സെക്കൻഡ് എവിടെയാണ്, തേർഡ് എവിടെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഫസ്റ്റ് ഗിയർ ഇടണമെങ്കിൽ നിങ്ങൾ നേരെ തന്നെ നോക്കി. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെയാണ് നോക്കിക്കൊണ്ടാണ് നമ്മൾ ഗിയർ ഇടുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കൈ കൊണ്ട് മാറ്റി വന്നിട്ട് നിങ്ങൾ ഗിയർ ഇട്ട് നിങ്ങൾ നോക്കണം ഫസ്റ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ നമുക്കിപ്പോ സമയം എടുത്താലും നമുക്ക് ആ ഒരു സമയം എടുത്തത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു വന്നാൽ നമുക്ക് പിന്നെ സമയം ലാഭിച്ച് നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം നമുക്കൊരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് നോക്കിയല്ല ഗിയർ ഇടേണ്ടത്, നേരെ നോക്കിയാണ്. അപ്പം നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര സമയം എടുക്കാതെ തന്നെ കൃത്യമായിട്ട് ഗിയർ വീഴുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ സെക്കൻഡ് എവിടെയാണെന്ന് മനസ്സിലാക്കി സെക്കൻഡ് ഇടുക. അതുപോലെ തന്നെ തേർഡ് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് തേർഡ് ആണ് പഠിക്കുക. അതുപോലെ തന്നെ ഫോർത്ത് ഇടുക. നമ്മൾ ഫോർത്ത് വരെ ഇട്ട് പഠിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ പിന്നെ ഡൗൺ ആക്കാൻ പഠിക്കണം തേർഡ്. അപ്പൊ നേരെ സ്ട്രെയിറ്റ് ആണ് തേർഡ്. അതിനാണ് സെക്കൻഡ് എവിടെയാണ് ആദ്യം. നമുക്കൊരു ഗിയറിൽ ഇന്ന ഗിയറിൽ പോകുന്നത് എനിക്ക് ഡൗൺ ആണ് ആക്കേണ്ടത്. ഇപ്പൊ ഇന്ന ഗിയറിലാണ് കിടക്കുന്നത്, ആ ഗിയറിൽ ഡൗൺ ആക്കണമെങ്കിൽ കിടക്കുന്ന ഗിയറിൽ നിന്ന് എവിടെയാണ് ആ ഡൗൺ ആക്കേണ്ട ഗിയർ. അപ്പൊ നമുക്കിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ തേടി കിടക്കുന്നു, അപ്പൊ എനിക്ക് ഡൗൺ ആക്കണമെങ്കിൽ സെക്കൻഡ് ഗിയർ ആണ്. അപ്പൊ ഞാൻ തേടിന്ന് എവിടെയാണ് സെക്കൻഡ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ സ്ട്രെയിറ്റ് എടുക്കുക, സൈഡ് ചേർക്കുക. സൈഡ് ചേർത്തിട്ട് ഏത് ഗിയർ വീഴും, സെക്കൻഡ് ഗിയർ തന്നെ വീഴും. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും തെറ്റാതെ ഗിയർ ഇടാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ക്ലച്ചിന്റെ കൺട്രോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഇങ്ങനെ കയറ്റി വെച്ച് ചവിട്ടരുത്. അതേപോലെ തന്നെ ഇങ്ങനെ നിങ്ങളെ വെള്ളം കൊണ്ട് ഇങ്ങനെ ചവിട്ടാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾ ചവിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നതിന്റെ കാരണം. ഞാൻ അതിനോണ്ടാണ് ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നത്, നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണ് ചവിട്ടുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ചവിട്ടുന്ന സമയത്ത്, ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് വേണം നമ്മൾ ചവിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണല്ലേ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗം കൊണ്ട് ചവിട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ചവിട്ടാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഭാഗം കൊണ്ട് ചവിട്ടും. അല്ല നിങ്ങൾ ഇങ്ങനെ കയറ്റി ചവിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുക്കാൻ നേരം ബുദ്ധിമുട്ട് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നതും. അതുപോലെ തന്നെ നിങ്ങൾ വിരലും കൊണ്ട് ചവിട്ടിയാൽ താഴാത്തതിന്റെ കാരണവും അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ കാലിൽ ആ മൂവ്മെന്റിനനുസരിച്ച് വണ്ടി കറക്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് തെറിച്ചു പോകാനുള്ള കാരണം. നിങ്ങൾ ഈ ഒരു ഭാഗം കൊണ്ട് ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ തന്നെ എന്ത് ചെയ്യും, സ്റ്റാൻഡായിട്ട് വണ്ടി നിന്നോളും. നമുക്ക് എത്ര സ്പീഡ് വേണേലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ ചവിട്ടുന്ന സമയത്ത് പെട്ടെന്ന് ചവിട്ടി പഠിക്കുക, പതിയെ എടുക്കാൻ പഠിക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ബാലൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിലത്ത് ഉപ്പൂറ്റി മുട്ടിച്ച് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ക്ലച്ച് ചവിട്ടി പ്രാക്ടീസ് ചെയ്യാൻ ഇങ്ങനെ പഠിക്കരുത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കാലിൽ കറക്റ്റ് ആയിട്ട് ഈ ഒരു ബാലൻസ് ഇങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പെട്ടെന്നൊന്ന് വണ്ടി നിർത്തണം, അത് പെട്ടെന്നൊന്ന് സ്ലോ ചെയ്യണം, എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടിയാലേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കാലിൽ ഉപ്പൂറ്റി അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ചവിട്ടാനൊന്നും കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ആ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിച്ച ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉപ്പൂറ്റി നിലത്ത് മുട്ടിക്കുന്നത്. അപ്പൊ കാലിന്റെ ചുവട് ഒരു കാരണവശാലും ഇങ്ങനെ പൊങ്ങി വെക്കണ്ട, അതുപോലെ തന്നെ നിലത്ത് മുട്ടുകയും വേണ്ട. നമുക്ക് എങ്ങനെയാണോ ബാലൻസ് ഇവിടെ ചവിട്ടുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മുടെ കാലിൽ ഉപ്പൂറ്റി ഇരിക്കുക, ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, പെട്ടെന്ന് നമുക്ക് ക്ലച്ചിന്റെ കൺട്രോളുകൾ കിട്ടത്തുള്ളൂ. കാരണം നമുക്ക് ക്ലച്ച് എന്ന് പറഞ്ഞ സംഭവം എന്തിനു വേണ്ടിയിട്ടൊക്കെയാ, നമുക്ക് ന്യൂട്രാക്കാനുണ്ട്, അതുപോലെ തന്നെ ഗിയർ ഇടാനുണ്ട്, വണ്ടി മൂവ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ വണ്ടി സ്ലോ ചെയ്യാനുണ്ട്, നിർത്താനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലച്ചുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ ആ വണ്ടിയെ കൊണ്ട് പോകേണ്ടത്. കാരണം ഇത്രയും ഇതിനെ മൊത്തം നിയന്ത്രിക്കുന്ന ക്ലച്ചാണ് വണ്ടിയുടെ. അപ്പൊ ആ ക്ലച്ച് നമ്മൾ ചവിട്ടാൻ പഠിച്ചാൽ, കൃത്യമായിട്ട് കാല് വെച്ച് കൃത്യമായിട്ട് ചവിട്ടാൻ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് അതിൻ്റെ അതിലുള്ള പേടി മാറി. പ്രത്യേകിച്ച് നമുക്കൊരു വണ്ടിയുടെ ഗിയർ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് വേണം. അപ്പൊ ക്ലച്ച് ചവിട്ടാനാണെങ്കിൽ നമ്മുടെ കാലുകൾ കൃത്യമായിട്ട് ചെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു വാഹനം പേടി കൂടാതെ ഓടിക്കാൻ കഴിയത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ല ഇന്നൊരു വീഡിയോ ചെയ്താൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.